ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. കഥ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ്. ആത്മവിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും നിശബ്ദമായി കഴിയുകയാണ്. സ്പീക്കപ്പ് ചെയ്യാൻ പറ്റാതെ, തോൽക്കുമോ എന്നുള്ള ഭയം കാരണം മുന്നോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കാൻ പറ്റാതെ ജീവിതം എങ്ങനെയോ തള്ളി നീക്കുന്നവരാണ്. നിങ്ങൾ എത്രമാത്രം ബുദ്ധിയുള്ളവരാണ് എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്, സംശയമാണ്, തോൽക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണ്. സോ ഇന്നത്തെ സ്റ്റോറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് സ്റ്റേ വിത്ത് മീ ടിൽ ദി എൻഡ്. ഒരിക്കൽ ഒരിടത്ത് ഒരു തിരക്കുള്ള ഒരു സിറ്റിയിൽ ഒരു ബിസിനസ് മാൻ ജീവിച്ചിരുന്നു. തനിക്കുള്ളത് തൻ്റെ ഒരു ഭാര്യയും 2 ആൺമക്കളുമായിരുന്നു. അതിൽ മുതിർന്ന കുട്ടി അല്പം നാണം കുണുങ്ങിയൊക്കെ ആയിട്ടുള്ള, അല്പം ഇൻട്രോവേർട്ടായിട്ടുള്ള, മറ്റുള്ളവരോട് ഇടപഴകാനൊക്കെ മടിയുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഇളയ കുട്ടി നല്ല കോൺഫിഡൻറ്റും മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഈ മുതിർന്ന കുട്ടിയുടെ ക്വയറ്റ് നേച്ചർ കാരണം ആളുകൾ ചിന്തിച്ചു അവനൊരു മണ്ടനായിരിക്കുമെന്ന്. മാത്രമല്ല, അവൻ്റെ ഈ സിംപ്ലിസിറ്റി കാരണം ഒരുപാട് ആളുകൾ അവനെ മുതലെടുക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ഒരിക്കൽ പോലും ആരോടും പരാതിപ്പെട്ടിരുന്നില്ല, ആരോടും തിരിച്ച് കയർത്ത് സംസാരിച്ചിരുന്നതുമില്ല. തൻ്റെ പിതാവായ ഈ ബിസിനസ് മാൻ പലപ്പോഴും ഈ മുതിർന്ന കുട്ടിയുടെ ഈ ഷൈ ബിഹേവിയർ കാരണം അവന് വളരെയധികം വഴക്ക് പറയുകയും ശകാരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മുതിർന്ന കുട്ടിയാണ്, എന്നാൽ ഈ ബിഹേവിയർ കാരണം അദ്ദേഹത്തിന് അവനിലുള്ള പ്രതീക്ഷ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴും ഈ കുട്ടിയെ വഴക്ക് പറയാൻ തുടങ്ങിയത് മൂലം ഈ കുട്ടിയുടെ സെൽഫ് കോൺഫിഡൻസ് പിന്നെയും കുറഞ്ഞു പോവുകയാണ്. അവന് ഈ ഭയം കാരണം എക്സാംസിന് ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പിന്നെയും അവൻ പഠനത്തിൽ വളരെ പുറകിലാവുകയാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി. ഇവൻ്റെ പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥ കാരണം അവൻ്റെ ആ ഒരു പ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവ് തൻ്റെ ഫാമിലി ബിസിനസ്സിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ മുതിർന്ന കുട്ടിയോട് പറയുകയാണ്. അങ്ങനെ മനസ്സിലുള്ള ലാക്ക് ഓഫ് കോൺഫിഡൻസും പിതാവിൻ്റെ ശകാരം കാരണം ഉണ്ടായിരിക്കുന്ന ആ ഭയവും ഇതെല്ലാം വെച്ചിട്ട് തിരസ്കരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ആ കുട്ടി സമ്മതിക്കുകയാണ് ഫാമിലി ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാമെന്ന്. തൻ്റെ ഈ ഷൈ ബിഹേവിയറും നെർവസ്നെസ്സും ഒക്കെ കാരണം തനിക്ക് കസ്റ്റമേഴ്സിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പലപ്പോഴായി താൻ പിന്നെയും മിസ്റ്റേക്കുകൾ വരുത്തുകയാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ തൻ്റെ പിതാവ് പിന്നെയും ശകാരിക്കുകയാണ് പലപ്പോഴായി. ഒരിക്കൽ തൻ്റെ പിതാവ് സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് തന്ത്രശാലികളായ ചില മനുഷ്യർ ഈ ചെറുപ്പക്കാരനെ സമീപിക്കുകയാണ്. എന്നിട്ട് ഈ തന്ത്രശാലികളായ മനുഷ്യർ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം ഈ സിറ്റിയിലെ എല്ലാ ഏരിയയിലും എത്തിക്കണം, വിൽക്കാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ അത് വിശ്വസിക്കുകയാണ്. അവരോട് ആർഗ്യൂ ചെയ്യാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉള്ള മടി കാരണം ആ ചെറുപ്പക്കാരൻ അതിനെ അനുവദിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യർ തൻ്റെ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോവുകയാണ്. വൈകുന്നേരമായപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ പിതാവ് വരുന്നു. അയാൾ നോക്കുമ്പോൾ ഈ ഷോപ്പ് കാലിയാണ്. അയാൾ ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ അലറി
ഒരുപാട് കയർത്ത് സംസാരിച്ചു. നിന്നെ ഒന്നിനും കൊള്ളില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം നീ എല്ലാം ഒരു ദിവസം കൊണ്ട് തകർത്ത് കളഞ്ഞു. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഒന്നുമില്ലാതാക്കി തീർത്തു. നിന്നെ എന്തിനു കൊള്ളാം? നിന്നെ ഇങ്ങനെ വളർത്തുന്നതിൽ എന്ത് അർത്ഥമുണ്ട്? നീ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ കടന്നു പോയിക്കോ. എനിക്ക് നിന്നെ കാണണ്ട. അങ്ങനെ തൻ്റെ മകനോട് വളരെ മോശമായിട്ട് ആ പിതാവ് സംസാരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തകർന്നു. തനിക്ക് ഒന്നും മറുപടി പറയാനില്ലായിരുന്നു. അവൻ വളരെ നിരാശനായി തൻ്റെ പിതാവിൻ്റെ കൺമുമ്പിൽ നിന്നും പോവുകയാണ്. ഇങ്ങനെ പിതാവിൻ്റെ ദേഷ്യത്തിൽ നിന്നും വന്ന ആ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കാരണം, നാട്ടുകാരുടെ മുഴുവൻ ചോദ്യം കാരണം, കളിയാക്കലും പരിഹാസവും കാരണം അവൻ തന്നെ അവനോട് പറയുകയാണ്, അതെ, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണ്. അതെനിക്കറിയാം. എന്നെ ഒന്നിനും പറ്റില്ല. എന്ത് തുടങ്ങിയാലും പരാജയമാണ്. എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ എല്ലാം പരാജയമാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എൻ്റെ പിതാവ് പറഞ്ഞത് ശരിയാണ്. ഇവരെല്ലാം പറയുന്നത് ശരിയാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ തൻ്റെ നിരാശയുടെ ആ ഒരു ഘട്ടത്തിൽ തീരുമാനിക്കുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി തീരുകയാണ്. എല്ലാവർക്കും ഒരു ബാധ്യതയായി തീരുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ നടന്ന് ഒരു നദിയുടെ അരികിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും നദിയിലേക്ക് ചാടി മരിക്കാനാണ് അയാൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ നദിയിലേക്ക് എടുത്തു ചാടുകയാണ്. പെട്ടെന്ന് ഒരു പ്രായമുള്ള മനുഷ്യൻ ഈ കാഴ്ച കണ്ടിട്ട് വേഗം ആ ചെറുപ്പക്കാരനെ ആ നദിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഈ പ്രായമുള്ള വ്യക്തിയോട് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എന്നെ മരിക്കാൻ അനുവദിക്കൂ. ഞാൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നെ മരിക്കാൻ വിട്ടുകൂടെ? നിങ്ങൾ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എൻ്റെ ജീവിതം തീർത്തും അർത്ഥശൂന്യമാണ്. ഈ പ്രായമുള്ള വ്യക്തി ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, മോനെ, ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ദൈവം ഒരിക്കലേ അത് നമുക്ക് തരത്തുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നീ ഗിവപ്പ് ചെയ്യുകയാണെങ്കിൽ നീ എന്തിനൊക്കെ കേപ്പബിൾ ആണ്, നിനക്ക് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നീ ജീവിച്ചാലല്ലേ അറിയാൻ പറ്റൂ നിനക്ക് എന്തിനൊക്കെ പറ്റുമെന്ന്. ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ പ്രായമുള്ള വ്യക്തിയോട് പറയുകയാണ്, ഞാൻ വളരെ ഒരു നാണം കുണിങ്ങിയായിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിലും സക്സസ് കിട്ടുന്നില്ല. എല്ലാത്തിലും പരാജയമാണ്. എൻ്റെ സ്വന്തം പിതാവ് പോലും എന്നെ വെറുക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ആളുകളൊക്കെ എന്നെ സ്റ്റുപ്പിഡ് എന്നാണ് വിളിക്കുന്നത്, മണ്ടൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനാണോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് കേട്ടിട്ട് ഈ പ്രായമുള്ള വ്യക്തി വളരെ സീരിയസ് ആയിട്ട് ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ വാ, എൻ്റെ വീട്ടിലോട്ട് വാ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ആ വ്യക്തിയുടെ വീട്ടിലെത്തുകയാണ്. അദ്ദേഹം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ 3 ദിവസം ഞാൻ നിനക്ക് 3 ടാസ്കുകൾ തരും. അത് നീ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം. നീ സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ ആ ചെറുപ്പക്കാരൻ അവസാനത്തെ ഒരു പരീക്ഷണം എന്ന പോലെ സമ്മതിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇന്ന് നീ ടൗണിൽ പോയിട്ട് അപരിചിതരായിട്ടുള്ള 10 പേരോട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കണം. എന്നിട്ട് നിൻ്റെ ഡയറിയിൽ എഴുതണം അവരെന്താണ് നിന്നോട് മറുപടി പറഞ്ഞത് അവരുടെ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ 10 പേരോട് ചോദിക്കണം. അല്പം ഒരു മടിയോടെയാണ്, എന്നാലും അയാൾ അത് ശ്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ
പട്ടണത്തിൽ ചെന്നു 10 പരിചയമില്ലാത്ത ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. പലരും ഇഗ്നോർ ചെയ്തു, എന്നാൽ ചിലരൊക്കെ അയാളോട് മാന്യമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഡയറിയിൽ കുറിക്കുകയാണ്. വൈകുന്നേരമായപ്പോഴേക്കും അയാൾ 10 പേരോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, ചിലരൊക്കെ അയാളുടെ സുഹൃത്തുക്കളായും തീരുകയാണ്. പിറ്റേ ദിവസം ചെറുപ്പക്കാരൻ്റെ രണ്ടാമത്തെ ടാസ്ക്. അദ്ദേഹം പറയുകയാണ് ചെറുപ്പക്കാരനോട്, ഇന്ന് 10 കുട്ടികളെ നീ പഠിപ്പിക്കണം ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. എന്താണ് കുടിവെള്ളത്തിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം. 10 കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ചെറുപ്പക്കാരൻ പറയുകയാണ്, അതിനെനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും, ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ട് കൂടിയില്ല. അപ്പോൾ ഈ പ്രായമുള്ള വ്യക്തി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിന് ഈ കുട്ടികൾക്ക് അറിയില്ല നിനക്ക് വിദ്യാഭ്യാസമുണ്ടോ, നീ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ലല്ലോ. നിനക്ക് അറിയാവുന്നത് അവരോട് ഷെയർ ചെയ്യാം. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ വിറയാർന്ന കൈകളുമായിട്ട് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറുമായിട്ട് ഈ 10 കുട്ടികളുടെ മുമ്പിൽ ചെന്ന് നിന്ന് പതിയെ പതിയെ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ 5 ഇമ്പോർട്ടൻസ് പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർന്ന് അയാൾ തൻ്റെ സീറ്റിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഓ, എനിക്കത് പറയാൻ സാധിച്ചു, എനിക്ക് 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചു അല്ലേ. പിന്നെ അയാൾ അല്പസമയത്തിന് ശേഷം പിന്നെയും കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടി ഈ കുട്ടികളോട് പിന്നെയും സംസാരിക്കുകയാണ്. എന്നിട്ട് ഫൈനലി അയാൾ റിയലൈസ് ചെയ്യുകയാണ്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പേടി കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൺ ദ 3rd ഡേ ഈ പ്രായമുള്ള വ്യക്തി ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇന്ന് നീ നിൻ്റെ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെല്ലണം, എന്നിട്ട് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞ്, ഒരിക്കലും പറ്റില്ല, എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കുകയില്ലെന്ന് മാത്രമല്ല എന്നെ വന്ന് പുറത്താക്കും, എനിക്ക് പേടിയാണ് അദ്ദേഹത്തെ ഫേസ് ചെയ്യാനായിട്ട്. എന്നാൽ ഈ പ്രായമുള്ള വ്യക്തി പറയുകയാണ്, നീ അത് ചെയ്താൽ മാത്രമേ ഫൈനൽ അഡ്വൈസ് എനിക്ക് നിനക്ക് തരാൻ പറ്റൂ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ തൻ്റെ സകല ധൈര്യവും എടുത്ത് ഈ ചെറുപ്പക്കാരൻ തൻ്റെ പിതാവിനെ ഫേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ വീട്ടിൽ ചെന്നു വളരെ ഹംബ്ലി അദ്ദേഹം തൻ്റെ പിതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. അയാൾ ക്ഷമ ചോദിക്കുക മാത്രമല്ല, പ്രോമിസ് ചെയ്യുകയാണ് തൻ്റെ പിതാവിനോട്, ഇനി ഒരിക്കലും എനിക്ക് തെറ്റ് പറ്റില്ല, എൻ്റെ കഴിവ് എനിക്ക് തെളിയിക്കാൻ സാധിക്കും, എനിക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ തൻ്റെ മുതിർന്ന കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള സംസാരത്തിലുള്ള ഈ വലിയ മാറ്റം കണ്ടിട്ട് ഈ പിതാവ് വളരെ അത്ഭുതപ്പെടുകയാണ്. മാത്രമല്ല അയാൾ തീരുമാനിക്കുകയാണ്, ഒരു ചാൻസും കൂടി ഞാൻ നിനക്ക് തരാം, ബിസിനസ്സിൽ ഒരു ചാൻസും കൂടി തരാം, നീ പ്രൂവ് ചെയ്യും. അങ്ങനെ ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ ഈ പ്രായമുള്ള വ്യക്തിയുടെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. എന്നിട്ട് നടന്നതെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നൗ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദി സീക്രട്ട് ടു സക്സസ്. എന്താണ് സക്സസ്സിലേക്കുള്ള ആ ഒരു സീക്രട്ട്, എനിക്ക് ഇനിയെങ്കിലും പറഞ്ഞാൽ. അപ്പോൾ ഈ വ്യക്തി ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, അത് നീ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. നിൻ്റെ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ശത്രു ഷൈനസ് ആയിരുന്നില്ല, നീ ഒരു നാണം കുടുങ്ങി ആയിരുന്നു എന്നുള്ളതല്ല, മറിച്ച് നീ ആളുകളുടെ മുമ്പിൽ നിന്നെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ആളുകൾ നിന്നെ മനസ്സിലാക്കുന്നത്. നീ നല്ല കോൺഫിഡൻസോട് കൂടി അവരുടെ മുമ്പിൽ ആളുകളുടെ മുമ്പിൽ നിന്നെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നിനക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടെന്ന്, നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ട്രൂ സ്ട്രെങ്ത് കം ഫ്രം സെൽഫ് ബിലീഫ്. നീ നിന്നിൽ തന്നെ വിശ്വസിക്കുക, അപ്പോൾ നിനക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഈ വാക്കുകൾ കേട്ട് വളരെ നന്ദിയോടെ ആ ചെറുപ്പക്കാരൻ ആ പ്രായമുള്ള ജ്ഞാനിയായ മനുഷ്യൻ്റെ മുമ്പിൽ കൈകൂപ്പുകയാണ്, നന്ദി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കിപ്പോൾ മനസ്സിലായി
എൻ്റെ ഉള്ളിൽ കിടന്ന ആ ഭയമാണ് എന്നെ കൺട്രോൾ ചെയ്തിരുന്നത്. എന്നാൽ ഇനി ഞാൻ ഈ ഭയത്തെ എന്നെ കൺട്രോൾ ചെയ്യാൻ, എന്നെ തോൽപ്പിക്കാൻ സമ്മതിക്കില്ല. അതെ പ്രിയമുള്ളവരെ, സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ വരുന്ന ഒരു കാര്യമല്ല. സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ് നമുക്ക് പഠിക്കാൻ പറ്റും, വളർത്തിയെടുക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മാസ്റ്റർ ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ ആദ്യം നമ്മിൽ തന്നെ വിശ്വസിക്കുക, നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുക, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ നന്നായി പ്രസൻറ്റ് ചെയ്യുക വിത്ത് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് ബിലീവ്. ഭയവും സംശയവുമാണ് നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പെർസിസ്റ്റൻസ് നമുക്ക് മുന്നോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുവാനുള്ള ധൈര്യം തരും. മാത്രമല്ല, ഈ സെൽഫ് കോൺഫിഡൻസ് വളരണമെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്, പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ഫോർവേഡ്. നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ നിങ്ങളുടെ സ്ട്രെങ്ത്തും കറേജ്, കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽസ് എല്ലാം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു.